രണ്ടാമത്തെ ചാപ്റ്ററായ ഗ്യാസ് ലോസ്, അതിൻ്റെ അകത്തെ ആ ലോകൾ ഓരോന്നും, ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോസ് ലോ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ബോയിൽസ് ലോ നമുക്ക് എന്നാന്ന് ഒന്ന് പരിചയപ്പെടാം. അതിൻ്റെ ഡെഫിനിഷനും അതിൻ്റെ ഗണിത രൂപം, മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷനും നന്നായിട്ട് പഠിക്കണം. ലോ അതുപോലെ തന്നെ പഠിക്കണം. അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ദ വോളിയം ഓഫ് എ ഡെഫിനിറ്റ് മാസ് ഓഫ് എ ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് പ്രഷർ. If P is the pressure and V is the volume, then PV is a constant. അതാണ് അതിൻ്റെ ബോയിൽസ് ലോ. ഇനി അതെന്താണെന്ന് നമുക്ക് നോക്കാം. അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ സ്ഥിരമാക്കി വെച്ചുകൊണ്ട്, എന്ന് പറഞ്ഞാൽ ഒരു സ്ഥിര ടെമ്പറേച്ചറിന് വ്യത്യാസം വരുത്താതെ ഒരു പാത്രത്തിലിരിക്കുന്ന അല്ലെ ഒരു സിലിണ്ടറിലിരിക്കുന്ന ഒരു വാതകത്തെ നമ്മൾ അമർത്തുമ്പോൾ, മർദ്ദം പ്രയോഗിക്കുക, പ്രഷർ പ്രയോഗിക്കുക എന്ന് പറഞ്ഞാൽ അമർത്തുക. മർദ്ദം പ്രയോഗിക്കുമ്പോൾ അതിൻ്റെ വോളിയം, മർദ്ദം കൂട്ടിയാൽ അതിൻ്റെ വോളിയം കുറയുന്നു, മർദ്ദം കുറച്ച് അയച്ചു വിട്ടാൽ അതിൻ്റെ വോളിയം കൂടുന്നു. എന്ന് പറഞ്ഞാൽ ഊഷ്മാവിന് വ്യത്യാസമില്ലാതെ, ടെമ്പറേച്ചറിന് ഒരു ചേഞ്ചും ഇല്ലാതെ നമ്മൾ ഒരു സിലിണ്ടറിലിരിക്കുന്ന അല്ലെ ഒരു ബലൂണിൻ്റെ അകത്തിരിക്കുന്ന ഒരു വാതകത്തെ അമർത്തുമ്പോൾ അതിൻ്റെ വോളിയം കുറയുന്നു. മർദ്ദം കൂട്ടുമ്പോൾ വോളിയം കുറയുന്നു, മർദ്ദം കുറച്ചാൽ വോളിയം കൂടുന്നു. അത് വിപരീത അനുപാതത്തിലാണ്. എന്ന് പറഞ്ഞാൽ എന്നാ, ഒന്ന് കൂടുമ്പോൾ പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയും. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ വിപരീത അനുപാതം. എന്ന് പറഞ്ഞാൽ പ്രഷർ കൂട്ടിയാൽ വോളിയം കുറയും, പ്രഷർ കുറച്ചാൽ വോളിയം കൂടും. അത് നമുക്ക് രണ്ട് എക്സാമ്പിളിലൂടെ നമുക്കത് പരിചയപ്പെടാം. അതായത് നമ്മളിതൊരു സിലിണ്ടറാണെന്ന് കരുതുക. ഇത് നമുക്കറിയാം, ഇത് സിറിഞ്ചാണ്. ഇതൊരു പിസ്റ്റണ് സമാനമാണ്. ഇത് പിസ്റ്റൺ അമർത്തുന്നു. ഇതൊരു സിലിണ്ടറാണെന്ന് കരുതുക. ഈ സിലിണ്ടറിൻ്റെ അകത്തെ പിസ്റ്റണായത്. ഇത് കണ്ടോ, നമ്മൾ പിസ്റ്റൺ അമർത്തുമ്പോൾ മർദ്ദം പ്രയോഗിക്കുന്നു. മർദ്ദം കൂട്ടുമ്പോൾ ഇതിൻ്റെ അകത്തെ വോളിയം എന്ന് പറഞ്ഞാൽ ഉള്ളളവ് കുറയുന്നു. ഇനി ഈ പിസ്റ്റൺ അയക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ പ്രഷർ കുറയ്ക്കുമ്പോൾ ഇതിൻ്റെ അകത്തെ വോളിയം കൂടുന്നു. എന്ന് പറഞ്ഞാൽ പിസ്റ്റൺ അമർത്തുമ്പോൾ പ്രഷർ കൂട്ടുമ്പോൾ വോളിയം കുറയുന്നു, പിസ്റ്റൺ അയച്ചു കൊടുക്കുമ്പോൾ മർദ്ദം കുറയ്ക്കുകയായിരുന്നു, അന്നേരം വോളിയം, ഇതിൻ്റെ അകത്തെ ഗ്യാസിൻ്റെ വോളിയം കൂടുന്നു. അതാണ് ഒരു ബലൂൺ വെച്ച് തന്നെ നമുക്കിത് ഈ ലോസ് എല്ലാം പറയാൻ പറ്റും. ബോയിൽസ് ലോ പറയുമ്പോൾ വീർപ്പിച്ച ഇൻഫ്ലേറ്റഡ് ആയിട്ടുള്ള ഒരു ബലൂണാണ്. ഈ ബലൂൺ ഉപയോഗിച്ച് നമുക്ക് ഈ 3 ലോസും നമുക്ക് പറയാൻ പറ്റും. അതായത് ഈ ബലൂണിനകത്ത്, ഈ കണ്ടെയ്നറിനകത്ത്, ഇത് കണ്ടെയ്നറാണല്ലോ ബലൂണിൻ്റെ അകത്ത് ഗ്യാസാണ്, വായുവാണ്. അപ്പോൾ റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന, ഇപ്പോൾ റൂം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 29 ഡിഗ്രി സെൽഷ്യസ് 30 ഡിഗ്രി സെൽഷ്യസ് നമ്മുടെ റൂം ടെമ്പറേച്ചർ. ആ ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന ഒരു വായുവാണ് ഈ ഗ്യാസിൽ, ഈ ബലൂണിൽ നിറച്ചിരിക്കുക. നമ്മൾ ഈ നിറച്ചിരിക്കുന്ന ഇൻഫ്ലേറ്റഡ് ആയിട്ടിരിക്കുന്ന ഈ ബലൂണിനെ നമ്മൾ മർദ്ദം കൊടുക്കുന്നു. എന്ന് പറഞ്ഞാൽ തള്ളുന്നു, മർദ്ദം കൊടുക്കുന്നു. ഈ വാതകത്തെ അമർത്തുമ്പോൾ അതിൻ്റെ വോളിയം കുറയുന്നു, അതിൻ്റെ വലിപ്പം കുറയുന്നു. ചിലപ്പോൾ കുറേ കൂടെ അമർത്തി അത് പൊട്ടിപ്പോവും. ഇനി നമ്മൾ മർദ്ദം കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അയച്ചു കൊടുക്കുമ്പോൾ ഇതിൻ്റെ അകത്തെ വോളിയം വർദ്ധിക്കും, അതിൻ്റെ വലിപ്പം വർദ്ധിക്കുന്നു. മർദ്ദിച്ചാൽ അല്ലെ പ്രഷർ കൂട്ടിയാൽ വോളിയം കുറയുന്നു, അയച്ചു കൊടുത്താൽ മർദ്ദം കുറച്ചാൽ വോളിയം കൂടുന്നു. ഇതാണ് ബോയിൽസ് ലോ. ഇത് ഓർത്ത് നമുക്ക് പഠിക്കാം. മർദ്ദം കൂട്ടിയാൽ പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം. എന്ന് പറഞ്ഞാൽ പ്രഷർ കൂട്ടിയാൽ വോളിയം കുറയുന്നു, പ്രഷർ കുറച്ചാൽ വോളിയം കൂടുന്നു. ഈ എക്സാമ്പിൾ ഓർത്ത് നിങ്ങൾ ബോയിൽസ് ലോ പഠിക്കണം. ഇപ്പം ഈ പിസ്റ്റൺ ഓർത്താലും നമുക്ക് പറ്റും. പ്രഷർ കൂട്ടിയാൽ ഇതിൻ്റെ ഉള്ളളവ് വോളിയം കുറയുന്നു, പ്രഷർ കുറച്ചാൽ വോളിയം കൂടുന്നു. സൈക്കിൾ പമ്പ് എക്സാമ്പിളാണ്. സൈക്കിൾ പമ്പ് ഇതുപോലെ തന്നെയാണ്. ഒരു സിലിണ്ടറും അതിൻ്റെ പിസ്റ്റണും ഇങ്ങനെ സൈക്കിൾ പമ്പ് അമർത്തുമ്പോൾ അതിൻ്റെ അകത്തെ ഉള്ളളവ് കുറയുന്നു, സൈക്കിൾ പമ്പ് അയച്ചു കൊടുത്താൽ അതിൻ്റെ വോളിയം കൂടുന്നു. പ്രഷർ കൂട്ടിയാൽ വോളിയം കുറയുന്നു, പ്രഷർ കുറച്ചാൽ വോളിയം കൂടുന്നു. അതാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഒന്ന് കൂട്ടിയാൽ മറ്റേത് കുറയുന്നു. പക്ഷേ ടെമ്പറേച്ചറിൽ വ്യത്യാസമില്ല. ഇത് ചൂടാക്കുകയോ തണുപ്പിക്കുകയോ ഈ ബലൂണിനെ അകത്തെ വാതകത്തെ ടെമ്പറേച്ചർ കൂട്ടുകയോ കുറയ്ക്കുകയോ വ്യത്യാസം വരുത്തുകയോ ഒന്നും ചെയ്യുന്നില്ല. ഒരു നിശ്ചിത ടെമ്പറേച്ചറിൽ ഇരിക്കുക. 30 ഡിഗ്രി സെൽഷ്യസ് ആണ്, അതിൽ തന്നെ ഇരിക്കുക. ചൂട് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഇനി ബോയിൽസ് ലോയുടെ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഗണിത രൂപം. അപ്പം ഇഫ് P ഈസ് ദ പ്രഷർ ആൻഡ് V ഈസ് ദ വോളിയം, P പ്രഷറും, P എന്ന് പറഞ്ഞ പ്രഷർ, P വോളിയം Vയും ആണെങ്കിൽ then PV ഈസ് എ കോൺസ്റ്റൻറ്റ്. P ഇൻറ്റു V ഗുണിച്ച് കിട്ടുന്ന സംഖ്യ ഒരു സ്ഥിരസംഖ്യയായിട്ട്, കോൺസ്റ്റൻ്റ് ആയിട്ട് കിട്ടും. നമുക്ക് ഉദാഹരണം ഇവിടെ പറയാം. അതായത് ഇവിടെ നോക്കിയേ, പ്രഷർ 1 അറ്റ്മോസ്ഫിയറിൽ ഇരിക്കുമ്പോൾ, അറ്റ്മോസ്ഫിയേഴ്സ് എന്ന യൂണിറ്റ് എടുക്കുക പ്രഷറിന്, വോളിയം 8 ലിറ്റർ ആണെങ്കിൽ P ഇൻറ്റു V ഗുണിക്കുമ്പോൾ എത്ര കിട്ടും? P ഇൻറ്റു V 8 കിട്ടും. ഇനി പ്രഷർ 2 ആയിട്ട് മർദ്ദിക്കുന്നത് 2 അറ്റ്മോസ്ഫിയർ, മർദ്ദം കൂട്ടി കൊടുക്കുക, പിസ്റ്റൺ കൂടുതൽ ശക്തിയിൽ അമർത്തുക. അപ്പോൾ വോളിയം, പ്രഷർ കൂട്ടുമ്പോൾ വോളിയം കുറയണം. ഇതിൻ്റെ പകുതിയായിട്ട് 8 ആണെങ്കിൽ ഇത് 4 ആയിട്ട് കുറയുന്നു.
4 ആവും. അപ്പോൾ ഇത് തമ്മിൽ കൂടി P × V വരുമ്പോൾ 8 വരും. ഇനി അടുത്ത പ്രഷർ വീണ്ടും കൂട്ടുക, ഇതിൻ്റെ ഇരട്ടിയാക്കുക. 4 അറ്റ്മോസ്ഫിയേഴ്സ് ആയിട്ട് ആ പിസ്റ്റൺ അമർത്തുകയാണെങ്കിൽ വോളിയം വീണ്ടും കുറയും. ഇതിൻ്റെ പകുതിയാകണമെന്നില്ല, അതിൻ്റെ ഒരു പ്രൊപ്പോർഷനിൽ അങ്ങ് കുറയും, 2 ആവും. അപ്പോൾ ഇത് തമ്മിൽ P × V ഗുണിക്കുമ്പോൾ 2 × 4 8 വരും. അപ്പം PV മൂല്യം സ്ഥിരമായിട്ട് കിട്ടും. പ്രഷർ കൂടുന്നതിനനുസരിച്ച് വോളിയം അതിനനുസരിച്ച് കുറഞ്ഞു വരും. P × V ഗുണിച്ചാൽ ഒരു ഫിക്സഡ് PV മൂല്യം നമുക്ക് കിട്ടും. അതാണ് അതിൻ്റെ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ സഹിതം ലോ എഴുതുമ്പോൾ ഇത് ഫുള്ളും എഴുതണം. അതിൻ്റെ ഇക്വേഷൻ P1 V1 = P2 V2. പ്രഷർ ഒന്നാമത്തെ പ്രഷർ P1 ആകുമ്പോൾ ആ സമയത്തെ വോളിയം V1. ഇവിടെ പറഞ്ഞില്ലേ, ഒന്നാമത്തെ പ്രഷർ P1 ആണെങ്കിൽ ഇത് 1 ആണെങ്കിൽ ആ സമയത്തെ വോളിയം V1. P2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പ്രഷർ, 2 അറ്റ്മോസ്ഫിയേഴ്സാണ് ഇവിടെ. അപ്പോൾ രണ്ടാമത്തെ വോളിയം എന്ന് പറഞ്ഞാൽ V2 4 ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ സഹിതം കണക്ക് ചെയ്യാൻ വരും. P1 V1 = P2 V2 ബൈ ഹാർട്ട് തന്നെ പഠിച്ചിരിക്കണം. ഇതിലൂടെ ഒരു ഇവിടെ കണക്ക് പറയുന്നുണ്ട്. വോളിയം ഓഫ് എ ഫിക്സഡ് മാസ് ഓഫ് എ ഗ്യാസ് അറ്റ് 2 atmospheres ഈസ് 20 ലിറ്റർ. ആദ്യത്തെ അറ്റ്മോസ്ഫിയേഴ്സിൽ തരുന്ന പ്രഷറും ലിറ്ററിൽ തരുന്ന വോളിയാണെന്ന് നമ്മൾ ഓർത്തിരിക്കാം. യൂണിറ്റ് നോക്കി പ്രഷർ ഏതാ വോളിയം ഏതാണെന്ന് കണ്ടുപിടിച്ചോണം. 2 atmospheres ആദ്യത്തെ പ്രഷർ P1 എന്ന് കൊടുക്കാം. P1 ഈസ് 2 atmospheres. യൂണിറ്റ് നോക്കി നമ്മൾ എഴുതണം. ആ സമയത്തെ വോളിയം V1 ലിറ്ററിൽ തരുന്ന V1 എന്ന് പറയുന്നത് 20 ലിറ്റർ ആണ്. വാട്ട് വിൽ ബി ഇറ്റ്സ് വോളിയം? ഇനി രണ്ടാമത്തെ വോളിയം എത്രയാണ്? V2 എത്രയാണ്? രണ്ടാമത്തെ അറിയത്തില്ലാത്ത വോളിയം V2 എന്ന് കൊടുക്കാം. വോളിയം ഈ പ്രഷർ ഈസ് ചേഞ്ച്ഡ് 4 times വിതൗട്ട് ചേഞ്ചിങ് ടെമ്പറേച്ചർ. പ്രഷർ 4 മടങ്ങായി വർദ്ധിപ്പിച്ചു. ഇതിൻ്റെ 4 മടങ്ങ്, ആദ്യത്തേൻ്റെ 4 മടങ്ങായി വർദ്ധിപ്പിച്ചാൽ ആ സമയത്തെ വോളിയം എത്രയാണെന്ന് ഞാൻ ചോദിച്ചിരിക്കുക. പ്രഷർ ആദ്യത്തേൻ്റെ 4 മടങ്ങെന്ന് പറയുമ്പോൾ 4 8 P2 എന്ന് പറഞ്ഞാൽ 8 atmospheres ആക്കി വർദ്ധിപ്പിച്ചാൽ ആ സമയത്തെ വോളിയം ന്യൂ വോളിയം V2 എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ കണക്ക് ചെയ്യുകയാണ്. P1 ആദ്യ ഇക്വേഷനാണ് P1 V1 = P2 V2. നമുക്ക് P1 അറിയാം, V1 അറിയാം, P2 അറിയാം, V2 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ V2 കണ്ടുപിടിക്കാൻ V2 ഇങ്ങേ സൈഡിലാക്കണം. ഈ ഇക്വേഷൻ നമുക്ക് തിരിച്ചെഴുതാം. P2 V2 = P1 V1. എന്തിനാ അങ്ങനെ എഴുതുന്നത്? ഈ V2നെ തന്നെ ഇപ്പുറത്ത് കിട്ടാനാണ്, ഇക്വേഷൻ ആക്കി എടുക്കണം. അപ്പോൾ V2 = ഇവിടെ ഗുണിച്ച് കിടക്കുന്നത് ഇത് സമത്തിനപ്പുറത്തോട്ട് പോകുമ്പോൾ P1 V1 / P2 എന്നെഴുതാം. ഇക്വേഷൻ ആക്കി എടുത്തു. ഇനി വില കൊടുക്കാം. ഒന്നാമത്തെ പ്രഷർ 2 atmospheres × V1 20 ഡിവൈഡഡ് ബൈ P2 8 ലിറ്റേഴ്സ്. ഇനി ഇത് ഗുണിക്കുമ്പോൾ 40/8 5 എന്ന് കിട്ടും. അത് വോളിയാണ് കിട്ടുക. അതിൻ്റെ യൂണിറ്റ് എഴുതിയില്ല, അര മാർക്ക് പോകും. V2 5 ലിറ്ററാണ് രണ്ടാമത്തെ വോളിയം. ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കണം. P1 V1 = P2 V2. ഇനി അതിൻ്റെ എക്സാമ്പിളുകൾ, ബോയിൽസ് ലോയുടെ എക്സാമ്പിളുകൾ വേറെ പറയാം. അതായത് ഈ ചിത്രം നോക്കിയേ. ഈ ചിത്രത്തിൽ അക്വേറിയത്തിലോ അല്ലെ ജലാശയത്തിനോ അല്ലെ ഒരു ടാങ്കിലിരിക്കുന്ന വെള്ളത്തിൽ നമ്മൾ ഒരു കല്ലിട്ട് കഴിഞ്ഞാൽ ഒരു കുമിളയുണ്ടാവും. വാതക കുമിള താഴേന്ന് മുകളിലേക്ക് വരുന്ന കാണാം. ജലാശയത്തിനടിയിലുള്ള വാതക കുമിള ഒരു കല്ലിട്ട് കഴിഞ്ഞാൽ കുമിള മുകളിലേക്ക് വരുന്നതാണ്. ആ മുകളിലേക്ക് വരും തോറും ആ ബബിളിൻ്റെ, ഗ്യാസ് ബബിളിൻ്റെ അല്ലെ എയർ ബബിളിൻ്റെ വലിപ്പം വർദ്ധിച്ചു വരുന്നു. ഇത് ബോയിൽസ് ലോ ആണ്. എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? അതായത് ജലാശയത്തിനടിയിൽ അല്ലെ ടാങ്കിനടിയിൽ അല്ലെ അക്വേറിയത്തിനടിയിൽ ഉള്ള ജലത്തിൻ്റെ മർദ്ദം, പ്രഷർ എന്ന് പറഞ്ഞാൽ വലിയ മർദ്ദമാണ്, ഹൈ പ്രഷറാണ്. പ്രഷർ കൂടുമ്പോൾ ആ കുമിള ചെറുതാണ്, അതിൻ്റെ വോളിയം, അതിൻ്റെ വലിപ്പം കുറവാണ്, ചെറിയ വോളിയത്തിലിരിക്കും. ഇനി ജലാശയത്തിനടിയിൽ നിന്ന് മുകളിലേക്ക് വരും തോറും വെള്ളത്തിൻ്റെ തള്ളൽ കുറയും. തള്ളൽ എന്ന് പറഞ്ഞാൽ പ്രഷർ കുറയും, ചെറിയ P. പ്രഷർ കുറയുമ്പോൾ ഈ വാതക കുമിളയുടെ വലിപ്പം വലുതായി വരും, വലിയ V ആയി മാറും. ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി. ഫ്രം ബോട്ടം ടു ടോപ്പ് എക്സ്റ്റേണൽ പ്രഷർ ഡിക്രീസസ്. താഴെ നിന്ന് മുകളിലേക്ക് വരുന്നവരും പ്രഷർ കുറയുന്നു. ഹെൻസ് വോളിയം ഓഫ് ദ ബബിൾ, ഗ്യാസ് ബബിൾ, എയർ ബബിൾ ഇൻക്രീസസ്. വാതക കുമിളേൻ്റെ വലിപ്പം വർദ്ധിച്ചു വരും. ഇതാണ് ബോയിൽസ് ലോയുടെ ഒരു ആപ്ലിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. ഹൈഡ്രജൻ ബലൂൺസ് യൂസ്ഡ് ഫോർ ചെക്കിംഗ് ക്ലൈമാറ്റിക് ചേഞ്ചസ് ഇൻക്രീസസ് ഇറ്റ്സ് സൈസ് ആസ് ഇറ്റ് റൈസസ് ഇൻ എയർ. കാലാവസ്ഥാ ബലൂണുകൾ, കാലാവസ്ഥ നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ബലൂൺ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ബലൂൺസാണ്. ഇറ്റ് ചേഞ്ചസ് ഇറ്റ്സ് സൈസ് ആസ് ഇറ്റ് റൈസസ് ഇൻ ദി എയർ. അതായത് ഹൈഡ്രജൻ ബലൂൺസ് മുകളിലേക്ക് ഉയരും തോറും അതിൻ്റെ സൈസ് വർദ്ധിച്ചു വരുന്നത് ഇതുപോലെ വർദ്ധിച്ചു വരും ഹൈഡ്രജൻ ബലൂൺസിൻ്റെ. എന്തായിരിക്കാൻ കാരണം പറയോ? എന്തായിരിക്കാൻ കാരണം? ഭൂമിയുടെ ഉപരിതലത്തിൽ പ്രഷർ കൂടുതലാണ് അല്ലേ, പ്രഷർ കൂടുതലാണ്. അപ്പം ചെറിയ ബലൂണായിട്ടിരിക്കും. മുകളിലേക്ക് ഉയരും തോറും അതിൻ്റെ പ്രഷർ കുറയും, എയറിൻ്റെ പ്രഷർ കുറയും. മുകളിലേക്ക് വരും തോറും പ്രഷർ ചെറിയ P ആവും. അപ്പം വലിയ വോളിയം, ഹൈഡ്രജൻ ബലൂൺ വലിയ വലിപ്പമായി മാറും. അതാണ്. അപ്പോൾ ഇതെന്താണ്? P ചെറുതാകുമ്പോൾ V വലുതാവും, P വലുതാകുമ്പോൾ V ചെറുതാകും. ഏതാണ്? ബോയൽസ് ലോ. ഇനി അടുത്ത് നമുക്ക് ചാൾസ് ലോയിലേക്ക് പോകാം. അടുത്തത് ചാൾസ് ലോ.
At constant pressure, the volume of a definite mass of a gas is directly proportional to the temperature in Kelvin scale. If V is the volume and T is the temperature, then V by T will be a constant. അത് അതിൻ്റെ ചാൾസ് ലോയും അതിൻ്റെ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷനും. ഈ റെപ്രസെൻറ്റേഷൻ സഹിതം പഠിക്കണം. അതിൻ്റെ ഇക്വേഷൻ V1/T1 ഈസ് ഈക്വൽ ടു V2/T2. ഒന്നുകൂടെ നോക്കാം എന്താ പറഞ്ഞത്. ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ്, പ്രഷർ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിരിക്കുക. പ്രഷർ കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു അടച്ച പാത്രം നമ്മൾ സപ്പോസ് ചെയ്യണം. അടച്ച പാത്രത്തിലിരിക്കുന്ന ഒരു വാതകത്തെക്കുറിച്ച് പറയാം. പ്രഷർ കോൺസ്റ്റൻ്റ് അടച്ച പാത്രത്തിൽ. ദ വോളിയം ഓഫ് എ ഡെഫിനിറ്റ് മാസ് ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ടെമ്പറേച്ചർ ഇൻ കെൽവിൻ സ്കെയിൽ. അതിൻ്റെ വോളിയം കെൽവിൻ സ്കെയിലിലെ താപനിലയ്ക്ക് നേരനുപാതത്തിലായിരിക്കും എന്ന് പറഞ്ഞാൽ ആ ടെമ്പറേച്ചർ കൂടിയാൽ ആ വാതകം ചൂടാക്കിയാൽ വോളിയം കൂടും, വാതകം തണുപ്പിച്ചാൽ അതിൻ്റെ അകത്തെ ഉള്ളളവ് വോളിയം ചുരുങ്ങും. ടെമ്പറേച്ചർ കൂട്ടിയാൽ ചൂടാക്കിയാൽ വാതകത്തിൻ്റെ വോളിയം വർദ്ധിക്കും, തണുപ്പിച്ചാൽ തണുപ്പിക്കുക എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കുറയ്ക്കുക, തണുപ്പിച്ചാൽ ആ വാതകം ചുരുങ്ങും. എക്സാമ്പിൾ ഇത് ഓർത്താൽ മതി. നമ്മൾ ഒരു കുക്കറിൻ്റെ അകത്ത് നമ്മൾ എന്തെങ്കിലും വേവാന്ന് കരുതാം. ഒരു സ്റ്റീൽ കുക്കറിൻ്റെ അല്ലെ ഒരു കുക്കറിൻ്റെ അകത്ത് നമ്മൾ ഒരു എന്തെങ്കിലും പഴമോ എന്തെങ്കിലുമൊക്കെ പുഴുങ്ങാന്ന് കരുതാം. അപ്പോൾ അടച്ച പാത്രമാണ് കുക്കർ. അതിൻ്റെ അകത്തെ വാതകമുണ്ട്. അപ്പോൾ ചൂടാക്കുമ്പോഴത്തേക്ക് അതിനുള്ളിലുള്ള വാതകം വികസിക്കും, അതിൻ്റെ വോളിയം വർദ്ധിക്കും. അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഗ്യാസിൽ അത് വെച്ച് കഴിയുമ്പോഴത്തേക്കും അതിനുള്ളിലെ വാതകം ചൂടാകുമ്പോഴത്തേക്കും അത് വികസിക്കും, അതിൻ്റെ വോളിയം വർദ്ധിക്കും. ഇനി അല്ലെങ്കിൽ വേറെ എക്സാമ്പിൾ പറയാം. ഇഫ് ആൻ ഇൻഫ്ലേറ്റഡ് ബലൂൺ ഈസ് കെപ്റ്റ് ഇൻ സൺലൈറ്റ് ഇറ്റ് വിൽ ബേസ്റ്റ്. ഗീവ് റീസൺ. ഇൻഫ്ലേറ്റഡ് ബലൂൺ എന്ന് പറഞ്ഞാൽ വിയർപ്പിച്ച ബലൂൺ നമ്മൾ സൺലൈറ്റിൽ വെക്കുന്നു, സൂര്യപ്രകാശത്തിൽ അല്ലെ വെയിലത്ത് വെക്കുന്നു. വെയിലത്ത് വെച്ച് കഴിയുമ്പോൾ അത് ബേസ്റ്റ് ഔട്ട് ആവും, അതായത് പൊട്ടിപ്പോവും. എന്തായിരിക്കാം കാരണം? അപ്പോൾ ചൂടത്ത് വെച്ചു അല്ലെങ്കിൽ സൺലൈറ്റിൽ വെച്ചെന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്തെ എയർ അതിൻ്റെ വോളിയം വർദ്ധിക്കും, അത് വികസിക്കും, അതിൻ്റെ മോളിക്യൂൾസിൻ്റെ കൈനറ്റിക് എനർജി വർദ്ധിക്കും, അത് ഓടാൻ തുടങ്ങും, മൂവ്മെൻറ്റ് വർദ്ധിക്കും, ഈ ഭിത്തിയിലുള്ള കൊളീഷൻ വർദ്ധിച്ച് ഇതിനിരിക്കാൻ വേണ്ട സ്പേസ് അധികം വേണം, അതുകൊണ്ട് അത് വികസിച്ച് അതിൻ്റെ വോളിയം വർദ്ധിച്ച് ഈ ബലൂൺ പൊട്ടിപ്പോവും. ചൂടാക്കുമ്പോൾ ഇതിനുള്ളിലെ എയർ വികസിച്ച് അത് പൊട്ടിപ്പോവും. ഇനി ഇതിനെ നമ്മൾ ഫ്രീസറിലോ അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും തണുക്കാൻ വെക്കാമെന്ന് വിചാരിക്കാം. ഈ ബലൂണിനെയോ അല്ലെങ്കിൽ ഒരു വാതകത്തെ നമ്മൾ തണുപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ മോളിക്യൂൾസിൻ്റെ ചലനം കുറയും, മൂവ്മെൻറ്റ് കുറഞ്ഞിട്ട് അത് ചുരുങ്ങി അതിൻ്റെ വോളിയം കുറയും. അപ്പോൾ അതാണ് ചാൾസ് ലോ എന്ന് പറഞ്ഞാൽ ഒരു വാതകത്തെ ചൂടാക്കിയാൽ അതിൻ്റെ വോളിയം വർദ്ധിച്ച് അത് വികസിച്ച് ഇപ്പോൾ ബലൂണാണെങ്കിൽ അത് പൊട്ടിപ്പോവും. ഇനി ഒരു വാതകത്തെ തണുപ്പിച്ചാൽ അത് ചുരുങ്ങുന്നു, അതിൻ്റെ വോളിയം കുറയുന്നു. അതാണ് ഇവിടെ പറയുന്നത്. പ്രഷർ സ്ഥിരമാക്കിക്കൊണ്ട് അടച്ച ഒരു പാത്രത്തിൽ എടുത്തിരിക്കുന്ന ഒരു വാതകം ചൂടാക്കുമ്പോൾ വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ കൂട്ടിയാൽ ചൂടാക്കിയാൽ വോളിയം കൂടും, അത് വലുതാകും, വാതകം വികസിച്ച് അതിൻ്റെ വോളിയം വർദ്ധിക്കും. തണുപ്പിച്ചാൽ അത് ചുരുങ്ങും. അതാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ. ഒന്ന് കൂടിയാൽ മറ്റേതും കൂടും, ഒന്ന് കുറച്ചാൽ മറ്റേതും കുറയും. അതാണ് പറയുന്നത്. ഇഫ് വി ഈസ് ദ വോളിയം വി ആണെങ്കിൽ ടെമ്പറേച്ചർ ടി ആണെങ്കിൽ അപ്പോൾ ഇക്വേഷൻ എങ്ങനെ വരും? V/T ഒരു സ്ഥിരസംഖ്യ, കണക്കൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ വരും. V/T ഈസ് എ കോൺസ്റ്റൻറ്റ്, ഒരു സ്ഥിരസംഖ്യയായിട്ട് നമുക്ക് കിട്ടും കണക്കുകളൊക്കെ ചെയ്യുമ്പോൾ. അതാ പറഞ്ഞ അതിൻ്റെ എക്സാമ്പിൾ. അപ്പോൾ ചൂട് എന്ന കേസ് പറയുമ്പോൾ അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ എന്ന് പറഞ്ഞാൽ അടച്ച പാത്രം, കുക്കറിനകത്ത് വെച്ചിരിക്കുന്ന ഒരു സാധനം പുഴുങ്ങും, അതിനകത്തിലുള്ള എയർ വികസിച്ചിട്ടാണ് വിസിലടിക്കുക. അതിനിരിക്കാൻ സ്പേസ് ഇല്ല, അതിനുള്ളിലുള്ള വാതകത്തിന് ഇരിക്കാൻ സ്പേസ് കിട്ടാതെ അതിൻ്റെ കൈനറ്റിക് എനർജി വർദ്ധിച്ച് ആ ഭിത്തിയിലിടിക്കുന്നു, കൊളീഷൻ വർദ്ധിച്ച് അതിൻ്റെ വോളിയം വർദ്ധിച്ച് അങ്ങനെയാണ് അതിനിരിക്കാൻ സ്പേസ് പോരാഞ്ഞിട്ടാണ് വിസിലടിച്ചു പോവുക. ഇനി നമ്മൾ ആ വാതകത്തെ അത് തണുപ്പിക്കുകയാണെങ്കിലോ അത് ചുരുങ്ങി അത് വിസിലടിക്കുകയല്ല. അതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾ ചാൾസ് ലോയുടെ. ഒന്നാമത്തെ എക്സാമ്പിൾ വിയർപ്പിച്ച ബലൂൺ വെയിലത്ത് വെക്കുമ്പോൾ പൊട്ടിപ്പോകുന്നു. രണ്ടാമത്തത് അടുത്ത എക്സാമ്പിൾ വേനൽക്കാലത്ത് അല്ലെങ്കിൽ സമ്മർ സീസണിൽ വാഹനങ്ങളുടെ ടയറിൽ കുറച്ച് കാറ്റേ നിറയ്ക്കുള്ളൂ. കാറ്റൊത്തിരി ഫുള്ള് നിറയ്ക്കുകയല്ല. എന്തായിരിക്കും കാരണം? അതിനുള്ളിലെ വാതകം ഗ്യാസ് വികസിച്ച് എക്സ്പാൻഡ് ചെയ്ത് ആ ടയർ പൊട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സമ്മർ സീസണിൽ വാഹനങ്ങളുടെ ടയറിൽ ഒത്തിരി കാറ്റ് നിറയ്ക്കുകയല്ല. അതും ചാൾസ് ലോയ്ക്ക് എക്സാമ്പിളാണ്. ഇനി വേറെയുണ്ട്, LPG സിലിണ്ടർ നമ്മൾ ഉരുട്ടിക്കൊണ്ട് പോകരുതെന്ന് പറയും. എന്താണ് LPG സിലിണ്ടർ? അതിനകത്തെ വാതകമാണ്, ബ്യൂട്ടേൻ വാതകമാണ്. അത് ഉരുട്ടിക്കൊണ്ട് പോകുമ്പോഴത്തേക്ക് അതിനുള്ളിലുള്ള ഫ്രിക്ഷൻ വർദ്ധിച്ചു, തള്ളൽ വർദ്ധിച്ചു, അല്ലെങ്കിൽ ഉരസൽ മൂലം ഹീറ്റ് ഉണ്ടായിട്ട് അതിനുള്ളിലെ വാതകം എക്സ്പാൻഡ് ചെയ്ത് അതിൻ്റെ വോളിയം വർദ്ധിച്ച് സിലിണ്ടർ പൊട്ടാൻ ചാൻസ് ഉണ്ട്. LPG സിലിണ്ടർ ഷുഡ് നോട്ട് ബി റോൾഡ്.
അപ്പോൾ അത് മനസ്സിലായല്ലോ. അപ്പം ടെമ്പറേച്ചർ കൂടിയാൽ വാതകം ചൂടായാൽ അത് വികസിക്കും, വാതകം തണുപ്പിച്ചാൽ അത് ചുരുങ്ങും. അതാണ് ചാൾസ് ലോ. അപ്പോൾ അതിൻ്റെ സ്ഥിരമാക്കി വെച്ചിരിക്കുന്നത് കോൺസ്റ്റൻറ്റ് പ്രഷർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടച്ച പാത്രത്തിൽ എടുത്തിരിക്കുന്ന ഒരു വാതകത്തെയാണ് ഇവിടെ പറയുക. ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടി. ഞാൻ പറഞ്ഞല്ലോ, ടി കൂടിയാൽ വി കൂടും, ടി കുറഞ്ഞാൽ വി കുറയും. അതാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞത്. ഇനി ഇത് കൂട്ടി അതിൻ്റെ കണക്ക് ചെയ്യാനുള്ള ഇക്വേഷൻ V1/T1 ഈസ് ഈക്വൽ ടു V2/T2. V1 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ടെമ്പറേച്ചർ T1 ആയിരിക്കുമ്പോഴത്തെ വോളിയമാണ് V1. ഇനി അടുത്ത ടെമ്പറേച്ചർ വരുമ്പോൾ ചൂട് കൂട്ടി കൊടുക്കുമല്ലോ. ചൂടെന്ന് പറയുമ്പോഴത്തേക്കും ചാൾസ് ലോയെ വരുവാണ്, ചൂടുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ചൂട് കൂട്ടി കൊടുക്കും, അതായത് രണ്ടാമത്തെ ടെമ്പറേച്ചർ വരുമ്പോൾ വോളിയം V2. അപ്പം നിങ്ങൾക്ക് രണ്ടാമത്തെ വോളിയം ബാക്കിയെല്ലാം തന്നിട്ടുണ്ടെങ്കിൽ കണക്ക് എങ്ങനെ ചെയ്യാം? ഇങ്ങനെ കണ്ടുപിടിക്കാം. കണക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. V2 രണ്ടാമത്തെ വോളിയാണ് കണ്ടുപിടിക്കേണ്ടത്. അത് ആദ്യം എഴുതണം. V2T1 ഈസ് ഈക്വൽ ടു V1T2. V2 ഇത് ഗുണിക്കുന്നതിനോട് സമമാണ്. അപ്പോൾ V2 നമുക്ക് കണ്ടുപിടിക്കണം. അതുകൊണ്ട് അത് ഇപ്പുറത്ത് വരണം. V2T1 ഈസ് ഈക്വൽ ടു V1T2. V2നെ തന്നെ എടുക്കണം, അത് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഇക്വേഷൻ അങ്ങനെ ആക്കിയെടുത്ത് വേണം കണക്ക് ചെയ്യാൻ. V1T2 ഡിവൈഡഡ് ബൈ ഇവിടെ കുടിച്ച് കിടക്കുന്ന സമത്തിനപ്പുറത്ത് പോകുമ്പോൾ ഹരിച്ചു വരും. V1T2 ഡിവൈഡഡ് ബൈ T1. ഇങ്ങനെ ഇക്വേഷൻ ആക്കിയെടുത്ത് കണക്കുകൾ ചെയ്യണം. അങ്ങനെ കണക്ക് വന്നാൽ ഞാൻ പറഞ്ഞു തരാം. അടുത്തത് മുമ്പേ ഒരു വീഡിയോ കണ്ടല്ലോ. ആ വീഡിയോ എന്താ നമ്മൾ ചെയ്യുന്നത്? നമ്മൾ ഒരു പിന്നെ ബലൂൺ ഇൻഫ്ലേറ്റ് ചെയ്യുക, അതായത് ഒരു ബലൂൺ വീർപ്പിക്കുക, നമ്മൾ ഊതി വീർപ്പിക്കുക. ഇൻഫ്ലേറ്റ് ചെയ്യുന്നുണ്ട്, അത് ചുക്കി വിടുന്നുണ്ട്. അപ്പോൾ ഇൻഫ്ലേറ്റ് ചെയ്യുമ്പോൾ, ഒരു ബലൂണെ ഇൻഫ്ലേറ്റ് ചെയ്യുമ്പോൾ അല്ലെ അത് വീർപ്പിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്തത്? അവിടെ അതിൽ മോളിക്യൂൾസിൻ്റെ എണ്ണം കൂട്ടുക ചെയ്യുന്നത്. ഊതി വീർപ്പിക്കുക എന്ന് പറഞ്ഞാൽ മോളിക്യൂൾസിൻ്റെ എണ്ണം കൂട്ടുക. മോളിക്യൂൾസിൻ്റെ എണ്ണം കൂട്ടുമ്പോൾ ആ ബലൂണിൻ്റെ വോളിയം വർദ്ധിക്കുന്നു, അതിൻ്റെ വലിപ്പം വർദ്ധിക്കുന്നു. ഊതി വീർപ്പിക്കുമ്പോൾ അതിൻ്റെ വലിപ്പം വർദ്ധിക്കുന്നു. അതാ പറഞ്ഞത്. As the number of molecules, n ആണ് number of molecules, increases, volume increases. V is directly proportional to n. Number of moleculesൻ്റെ എണ്ണം കൂട്ടിയാൽ ആ ബലൂണിൻ്റെ, ആ എയറിൻ്റെ അല്ലെ ആ വാതകത്തിൻ്റെ വലിപ്പം, വോളിയം വർദ്ധിക്കുന്നു. ഇനി ആ ബലൂൺ നമ്മൾ ചുക്കി വിടുക എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോളിക്യൂൾസിൻ്റെ എണ്ണം കുറച്ചു. ചുക്കി വിട്ടപ്പോൾ എന്ത് സംഭവിച്ചു? അതിൻ്റെ വോളിയം ചെറിയ വോളിയമായിട്ട് മാറി. അതാണ് അവഗാഡ്രോസ് ലോ. ഈ ബലൂൺ ഉപയോഗിച്ച് തന്നെ നമുക്ക് ഈ ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോസ് പറയാം. ഇപ്പം അവഗാഡ്രോസ് ലോ എന്താ പറയുന്നത്? നമ്പർ ഓഫ് മോളിക്യൂൾസിൻ്റെ എണ്ണം കൂട്ടിയാൽ അല്ലെ ബലൂൺ ഊതി വീർപ്പിച്ചാൽ ബലൂണിൻ്റെ വലിപ്പം വോളിയം വർദ്ധിക്കുന്നു. V ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു n. നമ്പർ ഓഫ് മോളിക്യൂൾസ് കൂട്ടിയാൽ വോളിയം വർദ്ധിക്കുന്നു, നമ്പർ ഓഫ് മോളിക്യൂൾസ് കുറച്ചാൽ വോളിയം കുറയുന്നു. ചുക്കി വിട്ടാൽ അല്ലെ നമ്പർ ഓഫ് മോളിക്യൂൾസ് കളഞ്ഞാൽ ബലൂണിൻ്റെ വലിപ്പം കുറയുന്നു. അത് ഓർത്ത് പഠിക്കണം. V is directly proportional to n. നമ്പർ ഓഫ് മോളിക്യൂൾസ് കൂട്ടിയാൽ വോളിയം വർദ്ധിക്കും, നമ്പർ ഓഫ് മോളിക്യൂൾസ് കുറച്ചാൽ വോളിയം കുറയുന്നു. ഇവിടെ ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. കണക്ക് അങ്ങനെ ചെയ്യാൻ വരാറില്ല. ഇനി അതിനൊരു സെക്കൻഡ് പാർട്ടുണ്ട്, അവഗാഡ്രോസ് ലോ. ഈക്വൽ വോളിയംസ് ഓഫ് ഓൾ ഗ്യാസസ് അണ്ടർ സെയിം കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ വിൽ കണ്ടെയ്ൻ ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഒരേ വോളിയത്തിലുള്ള സെയിം ടെമ്പറേച്ചറിൽ, ഇപ്പോൾ 1 അറ്റ്മോസ്ഫിയർ, സാധാരണ അന്തരീക്ഷ മർദ്ദം 1 അറ്റ്മോസ്ഫിയേഴ്സും 273 കെൽവിൻ ടെമ്പറേച്ചറാണ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. 273 കെൽവിനാന്ന് കരുതാം അല്ലേ. കോൺസ്റ്റന്റ് ഈ അന്തരീക്ഷ ഊഷ്മാവിലും ഈ മർദ്ദത്തിലും ഇരിക്കുന്ന വിവിധ വാതകങ്ങൾ, നൈട്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, അമോണിയ ഉണ്ട്, കാർബൺ ഡൈ, വിവിധ വാതകങ്ങൾ തുല്യ വോളിയം, ഇപ്പോൾ 1 മോൾ വീതം എടുക്കാമെന്ന് കരുതുക. എല്ലാ വാതകങ്ങളുടെ 1 മോൾ വീതം ഈ ഒരേ ടെമ്പറേച്ചറിലും മർദ്ദത്തിലും എടുക്കുകയാണെങ്കിൽ അതിലുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസിൻ്റെ എണ്ണം സെയിം ആയിരിക്കും. അത് ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടാണ്. ഈക്വൽ വോളിയംസ് ഓഫ് ഓൾ ഗ്യാസസ് അണ്ടർ സെയിം കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ വിൽ കണ്ടെയ്ൻ ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഈക്വൽ വോളിയം വിവിധ വാതകങ്ങൾ ഒരേ ടെമ്പറേച്ചറിലും പ്രഷറിലും എടുത്താൽ അവയിലെ നമ്പർ ഓഫ് മോളിക്യൂൾസിൻ്റെ എണ്ണം തുല്യമായിരിക്കും. അതാണ് അവഗാഡ്രോസ് ലോ. V is directly proportional to n. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ ഒന്ന് കൂടിയാൽ മറ്റേത് കൂടും, ഒന്ന് കുറച്ചാൽ മറ്റേത് കുറയും. അതാണ്. ഇൻവേഴ്സ്ലി എന്ന് പറഞ്ഞാൽ ഒന്ന് കൂടിയാൽ മറ്റേത് കുറയും, ഒന്ന് കുറച്ചാൽ മറ്റേത് കൂടും. അങ്ങനെ. അപ്പോൾ അത് മനസ്സിലായല്ലോ. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നു. അപ്പോൾ ഇവിടെ നോക്കാം. നൈട്രജൻ 10 ലിറ്റർ എടുത്താൽ അതിൻ്റെ അകത്ത് എക്സ് മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ സെയിം ടെമ്പറേച്ചറിലും ഒരേ ടെമ്പറേച്ചറിലും പ്രഷറിലും ഇരിക്കുന്ന വ്യത്യസ്ത വാതകങ്ങളാണ്. ഈ ഓക്സിജൻ്റെ 10 ലിറ്റർ എടുത്താൽ അതിൻ്റെ അകത്തും എക്സ് മോളിക്യൂൾസ് ഉണ്ടായിരിക്കും. അമോണിയയുടെ 10 ലിറ്റർ എടുത്താൽ അതിൻ്റെ അകത്തും എക്സ് മോളിക്യൂൾസ് ഉണ്ടായിരിക്കും. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ 10 ലിറ്റർ എടുത്താൽ അതിൻ്റെ അകത്തും എക്സ് മോളിക്യൂൾസ് ഉണ്ടായിരിക്കും. അതാണ് അതിൻ്റെ സെക്കൻഡ് പാർട്ട്. 2 പാർട്ടും പഠിച്ചിരിക്കണം.
ആദ്യത്തെ പാർട്ട് തന്നെ നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഊതി വീർപ്പിച്ചാൽ ബലൂണിൻ്റെ വലിപ്പം വോളിയം വർദ്ധിക്കുന്നു, നമ്പർ ഓഫ് മോളിക്യൂൾസ് കുറച്ചാൽ അതിൻ്റെ വോളിയം കുറയുന്നു, ബലൂൺ ചുരുങ്ങുന്നു. പിന്നെ രണ്ടാം പാർട്ട് പറയുന്നത് ഈക്വൽ വോളിയം, ഒരേ ലിറ്റർ അളവിലുള്ള വ്യത്യസ്ത വാതകങ്ങൾ ഒരേ ടെമ്പറേച്ചറിലും ഒരേ പ്രഷറിലും എടുത്താൽ അവയിലുള്ള തന്മാത്രകളുടെ എണ്ണം, മോളിക്യൂൾസിൻ്റെ എണ്ണം സെയിം ആയിരിക്കും. ഇതാണ് അവോഗാഡ്രോസ് ലോ. ഇനി ഒരു കാര്യം ഇവിടെ പറയാനുള്ളത്, ഹൗ ക്യാൻ വി ഇൻക്രീസ് ദ വോളിയം വിതൗട്ട് ചേഞ്ചിങ് പ്രഷർ? നമുക്ക് പ്രഷർ ചേഞ്ച് ചെയ്യാതെ, ഇപ്പോൾ വീർപ്പിച്ച ബലൂൺ നമ്മൾ ഓർക്കുക, അതിൻ്റെ പ്രഷർ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുക, വീർപ്പിച്ച ബലൂൺ കെട്ടിവെച്ചിരിക്കുക, അതിൻ്റെ പ്രഷർ ചേഞ്ച് ചെയ്യാതെ എന്ന് പറഞ്ഞാൽ അത് അഴിച്ചു വിടാതെ അതേ കെട്ടിവെച്ചിരിക്കുന്ന ആ ബലൂണിൻ്റെ വോളിയം എങ്ങനെ വർദ്ധിപ്പിക്കാം? പ്രഷർ ചേഞ്ച് ചെയ്യാതെ വോളിയം എങ്ങനെ വർദ്ധിപ്പിക്കാം? ഇപ്പോൾ വീർപ്പിച്ച ബലൂൺ ആണെങ്കിൽ ഈ ബലൂണിൻ്റെ അകത്തെ വാതകത്തിൻ്റെ പ്രഷർ വ്യത്യാസം വരുത്താതെ എങ്ങനെ അതിൻ്റെ വോളിയം വർദ്ധിപ്പിക്കാം? ഒരു കോൺസ്റ്റൻറ്റ് പ്രഷറിലിരിക്കുക, അതിൻ്റെ വോളിയം, അതിൻ്റെ വലിപ്പം എങ്ങനെ വർദ്ധിപ്പിക്കാം? അതിനെ ഊതി വീർപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോളിക്യൂൾസിൻ്റെ എണ്ണം കൂട്ടി നമുക്ക് പ്രഷർ ചേഞ്ച് ചെയ്യാതെ അതിൻ്റെ അകത്തെ ഇതിൻ്റെ വോളിയം വർദ്ധിപ്പിക്കാം. അങ്ങനെ ചെയ്യാം. നമ്പർ ഓഫ് മോളിക്യൂൾസിൻ്റെ എണ്ണം കൂട്ടിക്കൊണ്ട് പ്രഷറിന് ചേഞ്ച് ഇല്ലാതെ അതിൻ്റെ വോളിയം വർദ്ധിപ്പിക്കാം. ആ കാര്യങ്ങളൊക്കെ ഇമാജിൻ ചെയ്ത് പഠിക്കണം കേട്ടോ, ഈ ലോസൊക്കെ.